കേരളത്തോട് കേന്ദ്രം തുടരുന്ന അവഗണനയും തെറ്റായ സമീപനങ്ങളും പ്രതിപക്ഷവുമായി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം വൈകിട്ട് 3:30-ക്ക്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായാണ് ചർച്ച. ഷീജ ചേർന്നു വിവരങ്ങളുമായി. ഷീജ, ഇന്ന് വൈകിട്ട് 3:30-ക്കാണ് യോഗം ചേരുക. ആദ്യം 10 മണിക്കെന്നായിരുന്നല്ലോ നിശ്ചയിച്ചിരുന്നത്. പിന്നെ എന്താണ് സമയം മാറ്റിയത്? ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സർവ്വ വിഷയങ്ങളിലും സർക്കാരുമായി അല്ലെങ്കിൽ സർക്കാരിനോട് അനുകൂലിക്കാതിരുന്ന പ്രതിപക്ഷം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. തീർച്ചയായും മനു, ആദ്യം തന്നെ ഈ ചർച്ചയുടെ സമയമാറ്റത്തെക്കുറിച്ച്, അതായത് രാവിലെ 10 മണിക്കാണ് മനു സൂചിപ്പിച്ചതുപോലെ ഓൺലൈനായി ഈ ഒരു യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ദില്ലിയിൽ നിന്നും കൊച്ചിയിലേക്ക് വിമാനത്തിൽ എത്തി കൊച്ചിയിൽ നിന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ വിമാനം വൈകുന്നത് കാരണമാണ് ഈ രീതിയിൽ യോഗത്തിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചതും വൈകുന്നേരം 3:30-ലേക്കാണ് ഇപ്പോൾ ഈ യോഗം മാറ്റിയിരിക്കുന്നതും. ഏതായാലും ഇനി ഈ യോഗത്തിൽ എന്ത് നിലപാടായിരിക്കും പ്രതിപക്ഷം സ്വീകരിക്കുന്നത് എന്നത് തന്നെയാണ് ഏറെ നിർണായകമാകുന്ന വിഷയം. കാരണം കേന്ദ്രം സംസ്ഥാനത്തോട് തുടരുന്ന ഈ ഒരു അവഗണന അത് ഇപ്പോൾ ഉണ്ടായ ഒരു വിഷയമല്ല, കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ വലിയ തോതിൽ സാമ്പത്തികപരമായി സംസ്ഥാനത്തെ ഞെരുക്കുന്ന നയങ്ങൾ, തീരുമാനങ്ങൾ ഒക്കെയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാനം സുപ്രീം കോടതിയെ അടക്കം സമീപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ദില്ലിയിലെത്തി പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിട്ടുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്തെ കൂടി ഒപ്പം കൂട്ടി സംസ്ഥാനത്തിൻ്റെ ഒരു പൊതുവികാരമായി ഇത് കേന്ദ്രത്തെ അറിയിക്കുക, ഇതാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ പ്രതിപക്ഷത്തിൻ്റെ സഹായം ഇതിനു മുൻപും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു, നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത് അംഗീകരിക്കാൻ ഇതുവരെയായി പ്രതിപക്ഷം തയ്യാറായിരുന്നില്ല. ഇനിയിപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ കൃത്യമായ രീതിയിൽ അവരുടെ നിലപാട് അറിയിക്കുന്നതായിരിക്കും. സംസ്ഥാനം ഏത് രീതിയിലുള്ളൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് മുഖ്യമന്ത്രിയും വിശദീകരിക്കും. അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുമിച്ച് നിന്നുള്ളൊരു പോരാട്ടമാണ് വേണ്ടത് എന്നുള്ളതിൻ്റെ ഗൗരവം അതും മുഖ്യമന്ത്രി ഈ യോഗത്തിൽ അറിയിക്കുന്നതായിരിക്കും. തുടർന്ന് ഏത് രീതിയിലുള്ള നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കും എന്നത് തന്നെയാണ് ഇനി നിർണായകമാകുന്നത്. തീർച്ചയായും ഷീജ പറഞ്ഞതുപോലെ പ്രതിപക്ഷം ഏത് നിലപാട് സ്വീകരിക്കും എന്നത് ഈ വിഷയത്തിൽ വളരെ നിർണായകമാണ്. കാരണം ഈ സമീപകാലങ്ങളിലൊന്നും സർക്കാർ മുന്നോട്ട് വച്ച ഒരു കാര്യങ്ങളുമായും സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഈ സാമ്പത്തിക അവഗണനയിൽ തന്നെയാണെങ്കിൽ പോലും ഒരുമിച്ചൊരു നിവേദനം കൊടുക്കാൻ പോലും പ്രതിപക്ഷ എംപിമാർ നിന്നില്ല. അവർ ഒറ്റയ്ക്ക് പോയിട്ടാണ് നിവേദനം കൊടുത്തത്. അത് സംസ്ഥാനം പറഞ്ഞ രീതിയിലായിരുന്നുമില്ല അവരുടെ നിവേദനങ്ങൾ. അങ്ങനെയുള്ള പശ്ചാത്തലമൊക്കെ നിലനിൽക്കെ ഇപ്പോൾ പ്രതിപക്ഷം ഈ ചർച്ചയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഈ നവകേരള സദസ്സടക്കമുള്ള കാര്യങ്ങളിൽ ഈ സാമ്പത്തിക അവഗണനയുടെ കാര്യം പൊതുസമൂഹത്തെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞു എന്ന വിലയിരുത്തൽ പൊതുവെയുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണോ പ്രതിപക്ഷം ഇപ്പോൾ ഈ ചർച്ചയിലേക്ക് വരുന്നത്? തീർച്ചയായും മനു, നവകേരള സദസ്സ് ഇതിൽ വലിയൊരു ഘടകം തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം നവകേരള സദസ്സിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി ഓരോ മണ്ഡലത്തിലും എത്തിയപ്പോൾ ജനങ്ങളോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളും ഇത് തന്നെയാണ്. എന്താണ് കേന്ദ്രം സംസ്ഥാനത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ കണക്കുകൾ നിരത്തിയാണ് മുഖ്യമന്ത്രി ഓരോ വേദിയിലും എത്തി കാര്യങ്ങൾ ജനങ്ങളോട് നേരിട്ട് വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം സംസ്ഥാനത്തോട് തുടരുന്ന ഈ ഒരു അവഗണന, അതിൽ കൃത്യമായ രീതിയിൽ ഒരു ധാരണ ജനങ്ങൾക്കുണ്ട്. അത് പ്രതിപക്ഷം പക്ഷേ അതിൽ നിന്നും മാറി ചിന്തിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് വലിയൊരു തിരിച്ചടിയാകും എന്നുള്ളൊരു ചർച്ച ഇതിനകം തന്നെ UDF-നകത്ത് തന്നെ ഉടലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നവകേരള സദസ്സ് ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ UDF-ന് വലിയ തോതിൽ അലട്ടുന്ന ഒരു വിഷയം കൂടിയായിരുന്നു. അത് ഒരു വിഷയം. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചൊരു സാഹചര്യമുണ്ട്. സുപ്രീം കോടതി പോലും ഇതിൽ ഗൗരവകരമായ വിഷയമാണ് എന്ന് വിലയിരുത്തിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ കേന്ദ്രത്തിൻ്റെ അവഗണനയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് എതിരായിട്ടുള്ള അഭിപ്രായം മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് വലിയൊരു തിരിച്ചടിയാകും എന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവെ UDF-നുള്ളിൽ വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കൂടി തന്നെയാണ് ഏതായാലും മുഖ്യമന്ത്രി വിളിച്ചുചേർത്ത ഈ യോഗത്തിൽ പ്രതിപക്ഷ നേതാവും ഉപനേതാവും പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ സാമ്പത്തിക അവഗണനയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, കേന്ദ്രത്തിന്റെ നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പ്രതിപക്ഷ നേതാവും ഉപനേതാവും, അതായത് വി ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുക്കും. ആദ്യം രാവിലെ 10 മണിക്കായിരുന്നു യോഗം തീരുമാനിച്ചിരുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവിന് ദില്ലിയിൽ നിന്ന് വിമാനത്തിലെത്തേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ വിമാനം വൈകിയതിനാൽ യോഗം വൈകിട്ട് 3:30-ലേക്ക് മാറ്റുകയായിരുന്നു. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.